ഹായ് ഫ്രണ്ട്സ്, എൻഗേജ്മെൻറ്റിൻ്റെ ഫുൾ വീഡിയോ ഇട്ടത്. ഇപ്പോൾ ഞായറാഴ്ച രാവിലെ ഞങ്ങൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും റെഡിയായി. കുറച്ച് പേര് ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒറ്റ വീട്ടിൽ റെഡിയാകാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ റെഡിയായി കഴിഞ്ഞു, പിള്ളേരെല്ലാവരും റെഡിയായി. പിന്നെ നാത്തു മാത്രം ഇനി റെഡിയാവാനുണ്ട്. ആ നീല നൈറ്റി, കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും റെഡിയാക്കി വിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് നേരത്തെ തന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അമ്മൂൻ്റെ വീട്ടിലോട്ട് ചെന്ന് അമ്മു റെഡിയായിട്ട് പാർലറിൽ നിന്ന് വന്നു കേട്ടോ. വന്നിട്ട് എല്ലാവരും കൂടെ കുറച്ച് ഫാമിലി ഫോട്ടോ എടുത്തിട്ട് അമ്മുവിൻ്റെ അനിയൻ പിന്നെ ഫാമിലിയുടെ കുറേ ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഹോളിലോട്ട് ഇറങ്ങുക കേട്ടോ. ഇറങ്ങി ആദ്യം കുറച്ച് പേര് നേരത്തെ പോയിട്ട് ഓൾറെഡി സ്റ്റേജ് ഡെക്കറേഷനാണ്. പിന്നെ നമുക്ക് ഈ നിലവിളക്കും പറയും പൂക്കലൊക്കെ വെക്കണമല്ലോ. അപ്പോൾ അത് വെക്കാനായിട്ട് എൻ്റെ മാമനും അനിയനും പിന്നെ കുറച്ച് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് പേര് എല്ലാവരും കൂടെ പെട്ടെന്ന് റെഡിയായി. പിന്നെ ഞങ്ങൾ കുറച്ച് ഇഷ്ടമാതിരി സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കുക കേട്ടോ. ഫോട്ടോസൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും അവർ വന്നു കേട്ടോ. കാരണം അവർക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ യാത്രയുണ്ട് മൂവാറ്റുപുഴയിൽ നിന്ന്. അന്ന് നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ അവർ ആ മുഹൂർത്ത സമയത്തിന് പറ്റുന്ന കേട്ടോ അവർ എത്തിയത്. അപ്പോൾ വിമൽ എത്തിക്കഴിഞ്ഞു. അപ്പു കൈ കൊടുത്ത് പിന്നെ എൻ്റെ നാത്തൂന് ഒരു ഗിഫ്റ്റ് കൊടുത്ത് അവരെ സ്വീകരിച്ച് നമ്മൾ ഹോളിലോട്ട് കൊണ്ടുപോകാം കേട്ടോ. പിന്നെ മോതിരങ്ങൾ രണ്ടും അവരുടെ കയ്യിലായിരുന്നു. അത് മാളുവിൻ്റെ കയ്യിലൊരു സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് 2 മോതിരം കൂടെ സെറ്റ് ചെയ്തിട്ട് ഒരു ഡെക്കറേഷനായിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അമ്മൂനെയും കൊണ്ടുപോയി നേരെ സ്റ്റേജിലോട്ട് കയറി. കാരണം മുഹൂർത്ത സമയം അവർ ബ്ലോക്കിൽ പെട്ട കാരണം കൊണ്ട് നമുക്ക് പറ്റന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മോതിരം പെട്ടെന്ന് മാറിയിട്ട് പിന്നെ ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവരും പെട്ടെന്ന് മോതിരം വരാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ വിമല മോതിരം കൈ പിടിച്ചിട്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞു അമ്മൂൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കുക, അമ്മൂൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കുന്ന പറഞ്ഞത് അമ്മൂൻ്റെ കയ്യിലാണ് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആദ്യം പിടിച്ച് അമ്മൂൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്ത് അമ്മ വിമലിനും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങാടും വിമലിൽ നിന്നുള്ള മോതിരം അമ്മൂൻ്റെ കയ്യിലും വിഷ്ണുപ്രിയ എന്നുള്ള മോതിരം വിമലിൻ്റെ കയ്യിലും. പിന്നെ വിമലിൻ്റെ അമ്മ അമ്മൂന് ഗിഫ്റ്റ് കൊടുക്കായിരുന്നു. ഇതാണ് വിമലിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും കേട്ടോ. നമുക്ക് ഫാമിലി കുറച്ചും കൂടെ തെളിയിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് അന്നത്തെ ദിവസം കിട്ടിയില്ല. കാരണം എല്ലാവരും തിരക്കായിരുന്നു. ആ മുഹൂർത്ത സമയം എല്ലാവരും എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ഫോട്ടോ എടുത്ത് ഫാമിലി വയനാട് പൊന്നു അവരുടെ വ്ളോഗിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ മിക്കിയും പച്ചയും അവരെല്ലാവരും വ്ളോഗർമാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മു ഡാൻസിലോട്ട് അമ്മ ഇറങ്ങി പുപ്പുലിയായിട്ട്. പിന്നെ കുറേ ഡാൻസൊക്കെ കളിച്ച് പിന്നെ നമ്മൾ ഫുഡിലോട്ട് നേരെ പോയി. ഫുഡ് എന്ന് പറയുമ്പോൾ അച്ചാർ, സലാഡ്, ആദ്യം തന്നെ വെള്ളം, പിന്നെ സലാഡ്, അവിയലുണ്ടായിരുന്നു. നോർമൽ ഫുഡാണ്. പിന്നെ നമുക്ക് ബിരിയാണി അന്ന് ഉണ്ടായില്ല, ബിരിയാണി ആർക്കും വേണ്ടാന്ന് പറഞ്ഞു. അവിയൽ, പപ്പടം, കാബേജ്, പിന്നെന്താ മീൻ കറി, ചിക്കൻ ഫ്രൈ, നല്ല കേര മുളകിട്ട് പറ്റിച്ചത്, പിന്നെ മോര് കറിയും അതൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ്. പിന്നെ നല്ല സുലാകാരിൻ്റെ ചോറും അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ച് പിന്നെ ഐസ്ക്രീമും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടെ ഫോട്ടോസ് ഞങ്ങളെല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ കല്യാണം എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്താ ഫുഡ് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോസ് എടുക്കലാണ് പണി. പിന്നെ എല്ലാവരും ഫാമിലി ആയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെങ്ങനെ ഫോട്ടോസ് എടുക്കും, ഡാൻസ് കളിക്കും, അതൊക്കെ ആയിരിക്കും നമുക്ക് അന്നത്തെ ഒരു മൈൻഡ്. ഞായറാഴ്ച എൻഗേജ്മെൻറ്റും തിങ്കളാഴ്ച ചെറുക്കൻ്റെ വീട്ടിൽ പോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അന്നത്തെ മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു താല്പര്യമില്ല. കാരണം എല്ലാവരും കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ആരൊക്കെ എടുത്തൊരു വിമല നിൽക്കുന്നു. പിന്നെ കുറേ ആൾക്കാർ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വീടായിരുന്നു. പിന്നെ നല്ല ഫാമിലി എല്ലാവരും ആയിരുന്നു. പിന്നെ അവിടുത്തെ വിമലിൻ്റെ ചേട്ടൻ്റെ കൊച്ചുമായിട്ട് ഞങ്ങൾ കുറേ
ഫോട്ടോസ് എടുത്തു. നല്ല ഭാവിയായിരുന്നു, കരയുന്നേ ഇല്ല. ഞങ്ങളുടെ കയ്യിൽ വന്നിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാനും ചേട്ടനൊക്കെ കുറേ ഫോട്ടോ എടുത്തു. പിന്നെ അവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് ബിരിയാണി ചിക്കനൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കല്യാണത്തിൻ്റെ ഡേറ്റ് തീരുമാനിച്ചില്ല, മാസമൊക്കെ തീരുമാനിച്ച് ഇങ്ങോട്ട് പോകുന്നു ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും